ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ചെടിയാണ് പരിചയപ്പെടുത്തുന്നത്. അക്യൂനസ് പ്ലാന്റ് ആണ് ഈ ചെടിയുടെ പേര്. പൂക്കളൊക്കെ വിരിയുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലാതെ നമ്മൾ പോട്ടുകളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. പൂക്കളും അതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരേ സമയത്ത് തന്നെ നിറയെ പൂക്കളുണ്ടായിരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. നമ്മുടെ ബാൽസം ചെടികൾ ഒക്കെ സാമ്യമുള്ള പൂക്കളായിരിക്കും ഇതിലുണ്ടാകുക. പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ 2-3 ദിവസങ്ങളിൽ ഈ ഒരു ചെടിയിൽ പൂക്കൾ നിലനിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പ്ലാന്റ് നല്ലൊരു തണുപ്പുള്ള കാലാവസ്ഥയിലാണ് വളരുക. അധികം വെയിലിൻ്റെ ആവശ്യം ഈ ചെടിക്കില്ല. അതുകൂടാതെ ഈ ചെടിയുടെ ചുവട്ടിൽ ചെറിയൊരു കിഴങ്ങ് പോലെ കാണാം. അതിന് അക്യൂനസിന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ആ ഒരു കിഴങ്ങ് നിന്ന് പൊട്ടിയിട്ടും ഈ ചെടി മുളച്ചു വരുന്നതാണ്. അപ്പം നല്ല വേനലൊക്കെ ആകുന്ന സമയത്ത് ഈ ചെടി ഉണങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോഴേക്ക് ചുവട്ടിൽ നിന്ന് വീണ്ടും അത് പുതിയ തൈകൾ പൊട്ടിക്കിളർത്തി വരും. നമ്മളിത് ഇപ്പോഴൊരു ഒരു തണുപ്പുള്ള കാലാവസ്ഥയിൽ വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൂടാതെ വളർത്തുമ്പോൾ വലിയ ചട്ടിയിലൊന്നും ആവശ്യമില്ല, ചെറിയ ചട്ടികൾ മതി നമുക്ക് ഈ ചെടി നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ തൈ നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടാൽ നമുക്ക് വേര് പിടിച്ച് കിട്ടും. അതുകൂടാതെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയതായിട്ട് മുളച്ച് വരുന്ന തൈകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നട്ടാലും ഇതിൻ്റെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചുവട്ടിൽ നിന്ന് നമ്മൾ സിമ്പിളായിട്ട് ഒരു തൈ എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ചുവട്ടിൽ നിന്ന് പൊട്ടി വരുന്ന വേരുകളടക്കമുള്ള തൈ നമുക്ക് എടുക്കാം. ഇത് നമുക്കൊരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതേപോലെ നമുക്ക് നല്ല ബുഷിയായിട്ട് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ്. അപ്പോൾ എടുക്കുന്ന പോട്ട് അത്യാവശ്യം ഹോളുകളൊക്കെ ഇട്ടിട്ടുള്ള പോട്ടായിരിക്കണം. നമുക്ക് ചെടി അതിലേക്ക് നട്ട് കൊടുക്കാം. ഈ ഒരു പോട്ടി മിക്സ് നമ്മൾ ചെറിയൊരു പോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ചെറിയ തൈ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ ഹാങ്ങിങ് ആയാലും അല്ലാതെ പോട്ടുകളിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുക. നമ്മൾ ഈ ഒരു ചെടി നമ്മൾ വളർത്തുന്ന സമയത്ത് ഹാങ്ങിങ് പോട്ടിൽ വളർത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നമുക്ക് ഹാങ്ങിങ് പോട്ടിലാകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. നിറയെ പൂക്കൾ നമ്മൾ താഴോട്ടേക്ക് ഹാങ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. അധികം വെയിലേൽക്കാതെ ഒരു കൂളായിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഈ ഒരു ചെടി സെറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ വളരെ ഈസിയായിട്ട് വളരും ചെയ്യുന്ന ഒരു ചെടി കൂടിയാണിത്. അധികം വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല. ചെടി വെയിൽ അധികം കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി ഉണങ്ങിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ പ്ലാന്റിനെ കുറിച്ചായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.